ഈ സംഭവത്തെ ന്യായീകരിച്ച് പല ആളുകളും വരുന്നുണ്ട്. ഇന്നലെ 2 യുവ സംവിധായകരെ, ഇന്ന് വേടനെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇത് വളർന്നു വരുന്ന ആളുകളെ ഇല്ലാതാക്കാനാണ്, ഇവരുടെ വളർച്ച തടയാനാണ്, ആരെയൊക്കെയോ ഇവർ അലോസരപ്പെടുത്തിയതിന്റെ പ്രതികാരമാണ് എന്നൊക്കെ പലതരത്തിലുള്ള, ഒരർത്ഥത്തിൽ അത് ന്യായീകരണമാണ് എന്നൊക്കെ ചമയ്ക്കുന്നതുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന ആക്ഷന്റെ ഭാഗമായി സംശയം തോന്നുന്ന ആളുകളെ പരിശോധിക്കുന്നു, അവിടെ കൃത്യമായി റിക്കവറി നടക്കുന്നു, തുടർന്ന് നിയമ നടപടികൾ എടുക്കുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇപ്പോൾ വേഴൻ തന്നെ മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേട്ടയാടപ്പെടുകയല്ല, വേട്ടയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് അദ്ദേഹം തന്നെ ഉത്തരം പറയുന്നത്. അപ്പോൾ ഇവിടെ ഷൈനെ പോലെ വിമുക്തരാവണം എന്ന ആഗ്രഹമുള്ള ആളുകളെ പോലും സമ്മതിക്കാത്ത വിധത്തിൽ ഇരവാദമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ന്യായീകരണമോ ഒക്കെ ചമയ്ക്കുന്ന ആളുകളുണ്ട്. അവര് ചെയ്യുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഇത്തരം അഡിക്ഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തെ കൂടി റദ്ദാക്കുകയാണ് അമിതമായി ഇത്തരം ന്യായീകരണം ചെലുത്തുന്ന ആളുകൾ ചെയ്യുന്നത്. ഇത്തരം അഡിക്ഷനുള്ള ആളുകൾ അവരുടെ സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരതിൽ നിന്ന് മാറാൻ തയ്യാറാവുന്ന ഒരു കാര്യത്തിനെ പോലും, ആ സന്നദ്ധതയെ പോലും റദ്ദ് ചെയ്യുകയായിരിക്കും ഒരുപക്ഷെ അമിത ന്യായീകരണം ഉണ്ടാകുന്നത്. അത് സമൂഹത്തിലേക്ക് തീർച്ചയായും കൊടുക്കുന്നത് വളരെ തെറ്റായ ഒരു സന്ദേശമാണ്. എനിക്ക് അതിനോട് ചേർത്ത് 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഒരുപക്ഷെ ഷൈൻ ടോം ചാക്കോയെ, ഇതിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഒരു പ്രഭാവമാണ്. ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചോ അദ്ദേഹം ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി റെസ്പോൺസിബിൾ ആവണം എന്നുള്ള രീതിയിലോ യാതൊരു പ്രയോഗങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ല. പക്ഷേ ഈ പറയുന്ന വേടൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഉടനെ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയുടെ പുറത്തേക്ക് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൊണ്ടുവയ്ക്കുകയും ചൊട്ടയിലെ ശീലം ചുടരെ വരെ എന്നൊക്കെ പറയുന്ന ചില വളരെ കാസ്റ്റിസ്റ്റ് ആയിട്ടുള്ള റിമാർക്കുകൾ ഇതിൻ്റെ ചുവടിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മാത്രമല്ല, വേടൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന ആളുകൾ അവർ വളരെ കൃത്യമായി ഇതിനൊരു അവസരമായി ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തിയെ കംപ്ലീറ്റ്ലി ടാർണിഷ് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. ഇത് രണ്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരുടെ കമ്മ്യൂണിറ്റിക്കോ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി ബാക്ക്ഗ്രൗണ്ടിനോ മാർജിനലൈസേഷനോ ആ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ല. 2, ആ വ്യക്തികളെ കംപ്ലീറ്റ്ലി നിഷ്കാസനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ വെഞ്ചൻസ് ആയിക്കൊണ്ട് ഇതിനെ ഏറ്റെടുക്കുന്നതിലും യാതൊരു അർത്ഥവുമില്ല. ഒരുപക്ഷെ ഇത്തരം ഡ്രഗ് അഡിക്ഷൻ്റെ ഫിനോമിനകളെ ചെറുക്കാൻ കഴിയുന്നത്, ഒരുപക്ഷെ ഒരു ഗവേഷക വിദ്യാർത്ഥി എന്ന നിലയിൽ കൂടി ഞാൻ സർക്കാരിനോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾക്കിവിടെ ഒരുപാട് ഈ വിഷയത്തിനകത്ത് റിസർച്ച് മേഖലകൾ പുരോഗമിക്കുന്നുണ്ട്. ഇത്തരം വിദ്യാഭ്യാസപരമായി നടക്കുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കൂടി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾക്ക് ഇതിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടി പറ്റുക. ഞാൻ ഒരു സോഷ്യോളജി വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു 3 തിയറീസ് മാത്രം ഇതുമായി ചേർത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സോഷ്യൽ പ്രോസസ് തിയറിയാണ്. ഇത്തരം കാര്യങ്ങളെ, അഡിക്ഷനെ, ഡ്രഗ് യൂസേജിനെയൊക്കെ ഒരു കരിയർ ആയിക്കൊണ്ട് ഒരു ലൈഫ് സ്റ്റൈലായി സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ വേടന്റെ കാര്യത്തിൽ അത്തരം ഒരു ലൈഫ് സ്റ്റൈൽ സെലിബ്രേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം അത് ഉപയോഗിച്ചപ്പോൾ പോലും അതൊരു ഇരട്ടത്താപ്പായി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിനെ കാണുന്നത് ഒരു ലൈഫ് സ്റ്റൈലായിട്ട് അതിനെ ഡ്രഗ് യൂസേജിനെ പ്രൊക്ലെയിം ചെയ്തില്ല. പക്ഷെ നോക്കൂ, ഒരുപക്ഷെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയി യുവത്വം ഏറ്റെടുക്കുന്ന ഒരു പാട്ടുണ്ട്. വിശ്വ മ്യൂസിക് എന്ന് പറഞ്ഞ ഒരാളുടെയാണ്. ഇന്നെൻ്റെ ബാഡ് ഡേ, ജോയിൻ്റ് അടിക്കണം എന്നാണ് ആ പാട്ടുള്ളത്. അപ്പോൾ ഇത് കുട്ടികളടക്കമുള്ള പല ആളുകളും ഈ പാട്ടുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ബാഡ് ഡേ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം രീതിയിൽ സൗഹൃദത്തിൻ്റെ ഇടങ്ങളിൽ അത് സോൾവ് ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിരാകരിക്കുന്ന, ഇത്തരം ലൈഫ് സ്റ്റൈലുകളെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഇടങ്ങളുണ്ട്. അവയ്ക്കെതിരെ കൂടി, അത്തരം നെഗറ്റീവ് പ്രൊമോഷനുകൾക്കെതിരെ കൂടി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്, ഇത് കാരണം വലിയ ഹൈപ്പ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ബിക്കമിങ് എ മരിജ്വാന സ്മോക്കർ എന്ന് പറഞ്ഞുകൊണ്ട് ബെക്കറിൻ്റെ ഒരു പഠനമുണ്ട്. അത് തെളിയിക്കുന്നത് ഈ പറയുന്ന ഹൈ ആവുക എന്ന് പറയുന്നത് ഒരു ഷെയർഡ് ബിലീഫാണ്. അത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം മാത്രമല്ല. അപ്പം സിനിമകൾക്കടക്കം നമ്മൾ കാണിക്കുന്ന ഹൈനെസ്സിനെ എങ്ങനെയാണ് സിനിമ എടുത്ത് കാണിക്കുന്നത്, അത് വളരെ ആഘോഷിക്കുന്ന ക്രിയേറ്റീവായിട്ടുള്ള സ്പേസസ് ആയി പലപ്പോഴും സിനിമ കാണിക്കുന്ന സമയത്ത് അത്തരം ഹൈനെസ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന, അതൊരു കൾച്ചറാക്കി മാറ്റുന്നതിനെ തീർച്ചയായും മാറ്റം വരുത്തേണ്ടതുണ്ട്. രണ്ടാമതായി, സോഷ്യൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ തിയറീസ് ആണ്. അത് പറയുന്നത് 3 വ്യക്തികൾക്കാണ് ഇതിൽ പ്രധാനമായ റോൾ വഹിക്കാൻ പറ്റുന്നത്. 1 ഫാമിലി, 2 പിയർ ഗ്രൂപ്പുകൾ, 3 സ്കൂളുകൾ എന്നാണ്. ഇവയോട് ആവശ്യമായ അറ്റാച്ച്മെന്റുകൾ ഉണ്ടാവുക, കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക, ഇൻവോൾവ്മെന്റ് ഉണ്ടാവുക, ബിലീവ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഈ അടുത്ത് നടന്ന എല്ലാ വയലൻസുകളും നമ്മൾ പലതും പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന് ഡ്രഗ് അഡിക്ഷനുമായി വളരെയധികം കൂട്ടുകെട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ യുവജനങ്ങളെ, കുട്ടികളെയൊക്കെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരു കോൺഫ്ലിക്റ്റ് ജീവിതത്തിൽ ഉണ്ടായാൽ, ഒരു തകർച്ച, ഒരു തോൽവി, ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഫേസ് ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത്, കരിക്കുലത്തിൻ്റെ അകത്ത്
ഉദാത്തമായിട്ടുള്ള മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സോഷ്യൽ ലേണിംഗ് തിയറികൾ പറയുന്നതാണ്. ഈ ഡൊണാൾഡ് സുദർലാൻഡ് എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റ് പറയുന്നത് 1930-40 കാലത്തിൽ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായപ്പോൾ ഒരുപാട് ആളുകൾ ഡ്രഗ് യൂസേജിലേക്ക് പോയെന്ന്. നമുക്കിവിടെ ഗ്രേറ്റ് ഡിപ്രഷൻ പോലെ തന്നെ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരിക്ക് ശേഷം വളരെ വ്യാപകമായി ഇത്തരം ഡ്രഗ് അബ്യൂസും ഡ്രഗ് യൂസേജും ഒക്കെ കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിനെ സയന്റിഫിക്കായി പഠിച്ചുകൊണ്ട് പോസ്റ്റ് കോവിഡ് ഇറക്കകത്ത് നമുക്ക് എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് സ്റ്റഡി, പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ച അതേ രീതികൾ കൊണ്ട് ഒരു പക്ഷേ ഇതിനെ പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയതും നൂതനവുമായിട്ടുള്ള സയന്റിഫിക് എവിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനങ്ങൾ കൂടി ഈ മേഖലയിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും.